ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അമ്മ എന്ന് കേൾക്കുമ്പോൾ ഉള്ളിലെ സന്തോഷവും സ്നേഹവും നമുക്ക് അനുഭവപ്പെടാറുണ്ട്. അമ്മയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ നിറയാറുമുണ്ട്. എന്താണിതിന് കാരണം? അമ്മ സ്നേഹമാണ്. അമ്മ ത്യാഗമാണ്. മനുഷ്യരക്ഷയ്ക്കായി അവതരിച്ച യേശു ക്രിസ്തുവിന് ജന്മം നൽകിയ ഒരമ്മയുണ്ട്, പരിശുദ്ധ കന്യകാമറിയം. ഈ അമ്മ യേശുവിൻ്റെ മാത്രം അമ്മയാണോ? അല്ല. പരിശുദ്ധ അമ്മ യേശുവിൻ്റെയും നാം ഓരോരുത്തരുടെയും അമ്മയാണ്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം അതിൻ്റെ 963 ഖണ്ഡികയിൽ പറയുന്നു, ക്രിസ്തുവിൻ്റെ അമ്മയായ മറിയം സഭയുടെ അമ്മയാണ്. സഭയുടെ ശരീരമാണ് ക്രിസ്തു. ക്രിസ്തുവിൻ്റെ അവയവങ്ങളാണ് വിശ്വാസികൾ. അതിനാൽ തന്നെ കന്യകാമറിയം വ്യക്തമായും ക്രിസ്തുവിൻ്റെ അവയവങ്ങളുടെ അമ്മയാണ്. അതായത് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും സ്വന്തം അമ്മ. പരിശുദ്ധ അമ്മ തൻ്റെ വിശ്വാസത്തിൻ്റെ തീർത്ഥയാത്രയിൽ മുന്നേറുകയും തൻ്റെ പുത്രനുമായുള്ള ഐക്യം കുരിശ് വരെ വിശ്വസ്തതാപൂർവ്വം കാത്തു സൂക്ഷിക്കുകയും ചെയ്തു. അതിനാൽ തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ സന്തോഷത്തിലും വേദനയിലും തകർച്ചയിലും ഒക്കെ പരിശുദ്ധ അമ്മ കൂടെയുണ്ട് എന്നത് വ്യക്തമാണ്. നമുക്കായി കണ്ണീർ പൊഴിക്കാനും നമുക്കായി പ്രാർത്ഥിക്കാനും നമ്മെ മാറോട് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കാനും സംരക്ഷിക്കാനും അമ്മ എന്നും നമ്മോടൊപ്പം ഉണ്ട്. അമ്മയിൽ നിന്ന് അകലാതെ ചേർന്ന് നിൽക്കാം. അമ്മയുടെ സ്നേഹലാളനം അനുഭവിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.